ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പ്രഭു കേക്കാവോ? ഇവിടെ ഭയങ്കര ബഹളോ. പ്രഭുവിന് കേക്കാവോ? കേക്കാം. അവിടെ എന്ത് ബഹളം മാതാജി? എന്ത് പറ്റി? ഇവിടെ ആറ്റുകാൽ പൊങ്കാലയല്ലേ പ്രഭു, ഭയങ്കര നോയിസാ. പ്രഭു തുടങ്ങണം. ശരി ശരി ശരി. സാധാരണ എത്ര മെമ്പേഴ്സ് ഉണ്ടാവാറുണ്ട്? പ്രഭു നാളെയാ പൊങ്കാല, 10 ദിവസത്തെ ഉത്സവ. നാളെയാ പൊങ്കാല. അപ്പൊ നാളെ ഇന്ന് തൊട്ട് ആരും ഇവിടെ ഉറങ്ങത്തില്ല. ഭയങ്കര ലൈവ്ലി ആയിട്ട് എല്ലാ സ്ഥലത്തും ഭയങ്കര പാട്ടും ബഹളവും പ്രോഗ്രാംസ് ഒക്കെയാ പ്രഭു. ശരി ശരി, അറിയാം അറിയാം. അതെ, ഓക്കെ. ഹരേ കൃഷ്ണ. സോ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സാധാരണ എങ്ങനെയാണ് നമ്മൾ ജയരാധ മാധവ പാടാറുണ്ടോ? ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപി ജന വല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീരാവനചാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. जय श्री 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 राधा माधव की जय. श्रील प्रभुपाद की जय. श्रील गुरुदेव की जय. निताई गौर सिद्धार्थ प्रेमानंदे हरि हरि बोल. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः. श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कथा मह्यं ददाति स्वपदान्तिकं. वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च. श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललितां श्रीविशाखान्वितांश्च. हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते. तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमः ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने. नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादि पाश्चात्य देशतारिणे. मूकं करोति वाचालं पंगुं लंघयते गिरिं
യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യേശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും ഇന്നത്തെ നമ്മുടെ സെഷനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടെ എല്ലാവരുടെയും പാദാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. സോ ഇതിൽ പുതിയതായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അതായത് ആദ്യമായിട്ട് ഭഗവത്ഗീത ഞാനിത് രണ്ടാമത്തെ ദിവസമാണ്. വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ? അതോ ഓൾറെഡി എല്ലാവരും ഭഗവത്ഗീതയെ കുറിച്ച് അറിയാവുന്ന? മാതാജിയുടെ പേരെന്താണ്? രമാദേവി മാതാജി. വേറെ ആരാണ്? ഞാൻ സുഷ്മ രാജഗോപാൽ. രണ്ടാമത്തെ ദിവസമാണ്. ശരി, വളരെ സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ, ഹരേ കൃഷ്ണ. മറ്റുള്ളവരെല്ലാവരും ഭഗവത്ഗീതയെ കുറിച്ച് കുറച്ചൊക്കെ കേട്ടിട്ടുള്ളവരായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ വരെ, അതായത് നമ്മളിപ്പോ ഇന്ന് എനിക്ക് 12ാമത്തെ ശ്ലോകം, ഒന്നാമത്തെ അധ്യായത്തില് 12ാമത് ശ്ലോകത്തിനെ, 12ാമത്തെയും 13ാമത്തെയും ശ്ലോകത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാ ദിവസവും ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്ത ആർക്കെങ്കിലും, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ നമ്മൾ എന്താണ് ഈ ഭഗവത്ഗീതയിൽ കൂടി മനസ്സിലാക്കിയത് എന്ന് ഒന്ന് പറയാൻ സാധിക്കുമോ? ആരെങ്കിലും 2-3 പേര് നിങ്ങൾക്ക് മനസ്സിലാക്കിയ കുറച്ച് പോയിന്റ് എന്തെങ്കിലും പ്രധാനമായിട്ടൊന്ന് പറയാൻ സാധിക്കുമോ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. വേറെ ആരെങ്കിലും അവിടെ അടുത്തിരിപ്പുണ്ടെങ്കിൽ എല്ലാവരോടും ഒന്ന് കുറച്ച് സൈലന്റ് ആയിട്ടിരിക്കാൻ പറയുക. കാരണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവും മൈക്രോഫോൺ അൺമ്യൂട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ആരെങ്കിലും പറയാമോ? ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് പറയാൻ സാധിക്കുമോ? ഹരേ കൃഷ്ണ. ആരെങ്കിലും മുൻപോട്ട് വരുമോ? ഓക്കെ, ആദ്യം മുതൽ കഴിഞ്ഞ ഇന്നലത്തെ ക്ലാസ് വരെ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്ത് എത്ര പേരുണ്ട്? കൈ ഒന്ന് ഉയർത്തുമോ? ഫസ്റ്റ് ക്ലാസ് മുതൽ അറ്റ്ലീസ്റ്റ് ഓൾമോസ്റ്റ് 1-2 ക്ലാസ് സ്കിപ്പ് ആയാലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് റെഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈ ഉയർത്താൻ സാധിക്കുമോ? യെസ്, കഥാമൃത പ്രഭു ഉണ്ട്. വേറെ ആരാണ്? ഹരേ കൃഷ്ണ. ആരുമില്ല, വേറെ ആരുമില്ല, പ്രഭു മാത്രമേ ഉള്ളൂ. ക്ലാസ് കർമ്മന ടീമിന്റെ അതിചന്ദ്ര. ഹരേ കൃഷ്ണ. മാതാജി ഒന്ന് മ്യൂട്ട് വേറെ ആൾക്കാർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടോ അവർ സംസാരിക്കുന്നില്ല. ക്ഷമിച്ചാൽ ബ്രോ. ഹരേ കൃഷ്ണ. നോ പ്രോബ്ലം. ജസ്റ്റ് ഐ വാണ്ടഡ് ടു അതിലേക്ക് എല്ലാവരും ഒരു സ്റ്റാറ്റസ് നമ്മൾ അറിയുകയാണെങ്കിൽ അതനുസരിച്ച് ക്ലാസ് എടുക്കാമെന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ചോദിച്ചത്. എനിവേ, നോ പ്രോബ്ലം, നോ ബഡി ഈസ് റെസ്പോണ്ടിങ്, നോ വറീസ്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ശ്ലോകം ഭഗവത്ഗീതയിലെ 1ാമത്തെ അധ്യായത്തില് 12ാമത്തെയും 13ാമത്തെയും ശ്ലോകത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. 1ാമത്തെ അധ്യായം പ്രഭുപാദ് ഈ ഒരു അധ്യായത്തിന് നൽകിയിരിക്കുന്ന പേര് കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നാണ്. എന്നാൽ സാധാരണ നമ്മൾ ഒരു ഭഗവത്ഗീത എടുത്ത് നോക്കിയാൽ ഈ ഒരു അധ്യായത്തിന് മറ്റൊരു പേരാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ആ അധ്യായത്തിന്റെ പേരെന്താണ്? അർജുന വിഷാദയോഗം. അർജുന വിഷാദയോഗം എന്ന ഒരു നാമധേയമാണ് സാധാരണ ഈ പ്രഥമ അധ്യായത്തിൽ നൽകിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ ശ്രീ പ്രഭുപാദ് അതിന് മറ്റൊരു നാമധേയമാണ് നൽകിയിരിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിലെ അല്ലെങ്കിൽ യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നാണ് ഇവിടെ നാമധേയം നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം യഥാർത്ഥത്തില് ഒരു സൈന്യ നിരീക്ഷണം തന്നെയാണ്. ആ യുദ്ധക്കളത്തിൽ വന്ന ആദ്യത്തെ ശ്ലോകം മുതൽ നമ്മൾ പോയി കുറേ ഭാഗം നമ്മൾ ചെല്ലുമ്പോഴേക്ക് ഏതാണ്ട് പകുതിയിൽ കൂടുതൽ ഭാഗങ്ങളും അവിടെ നടക്കുന്ന ആ സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള വിശദീകരണങ്ങളാണ്.
ഓരോ ഭാഗത്തും ആരൊക്കെയാണ് നിൽക്കുന്നത് എന്നും അവർ തമ്മിലുള്ള ചില സംവാദങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ചില സംസാരത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഓരോരുത്തരുടെ ഭാഗങ്ങൾ അവരവർ വിശദീകരിക്കുന്നതും യുധിഷ്ഠിരന്റെയും ദുര്യോധനന്റെയും അല്ലെങ്കിൽ ദ്രോണാചാര്യമായിട്ടുള്ള സംസാരവും ഭീഷ്മനോട് പറയുന്നതും അങ്ങനെ പല കുറ്റപ്പെടുത്തലുകളും ഒക്കെ നമുക്ക് ഒന്നാമത്തെ അധ്യായത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ശില പ്രഭുപാദ് ഇതിനിങ്ങനെ ഒരു നാമധേയം നൽകിയിരിക്കുന്നത്. എന്നാൽ അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അർജുനന്റെ വിഷാദത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് ഭഗവത്ഗീതയിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത് ആദ്യം എനിക്കറിയാം, ഇത് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ മുതൽ ആമുഖം മുതൽ നമ്മൾ ഭഗവത്ഗീത വായിച്ചു വരികയാണ്. ആമുഖം മുതൽ വായിച്ചു വരുമ്പോൾ ആമുഖത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചില പ്രഭുപാദ് നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഒന്നും മറുപടി പറയുന്നില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. അതായത് ആരാണ് ഭഗവത്ഗീത പഠിക്കാൻ യോഗ്യനായിട്ടുള്ള വ്യക്തി, എന്ത് ക്വാളിഫിക്കേഷനാണ് ഭഗവത്ഗീത പഠിക്കാൻ വേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് ശില പ്രഭുപാദ് പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ അസ്തിത്വത്തെക്കുറിച്ച്, നമ്മൾ ആരാണെന്നും നമ്മളുടെ മിഥ്യാഹങ്കാരവും സ്വരൂപസിദ്ധി എന്ന രണ്ട് വാക്കുകളെ കുറിച്ച് ശില പ്രഭുപാദ് വിശദീകരിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട രണ്ട് ടെർമിനോളജിയാണ് മിഥ്യാഹങ്കാരവും സ്വരൂപസിദ്ധിയും എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ. അതിനെക്കുറിച്ച് വളരെ പ്രാധാന്യത്തോടുകൂടി ശില പ്രഭുപാദ് വർണ്ണിക്കുന്നുണ്ട്. ആർക്കാണ് പിന്നെ ഭഗവത്ഗീത, ഏത് ചോദ്യം മനസ്സിൽ ഉദിക്കുന്നവനാണ് ഒരു യഥാർത്ഥ ഭഗവത്ഗീത പഠിക്കാനുള്ള ഒരു സ്റ്റുഡന്റ് ആകുന്നത് എന്നതിനെ കുറിച്ചും ശില പ്രഭുപാദ് പറയുന്നു. ഭഗവാനുമായിട്ട് നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. ഗീതാ മഹാത്മ്യത്തെക്കുറിച്ച് ശില പ്രഭുപാദ് പറയുന്നുണ്ട്. സോ വളരെ പ്രധാനപ്പെട്ട ഒരു ലോങ് ഇൻട്രൊഡക്ഷൻ ആണ് ശില പ്രഭുപാദ് അതിൽ ഭഗവത്ഗീതയെ കുറിച്ച് ഇതിൽ നൽകിയിരിക്കുന്നത്. അതെല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അത് വായിച്ച് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവത്ഗീത തുടർന്ന് ഉള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുന്നത്, ഇതിന് മുൻപിലത്തെ ശ്ലോകത്തില് കണ്ടു ദുര്യോധനൻ എങ്ങനെയാണ് ദ്രോണാചാര്യരെയും ഭീഷ്മനെയും ഒക്കെ ഒന്ന് കുത്തി അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ ചെയ്യുന്നത് കണ്ടു. ദൃഷ്ടദ്യുമ്നനെയും ശിഷ്യനായി സ്വീകരിച്ചു. അങ്ങയെ കൊല്ലാനായി ജനിച്ചവനാണ് ദൃഷ്ടദ്യുമ്നൻ എന്ന് അറിഞ്ഞിട്ടും അങ്ങ് അദ്ദേഹത്തിന് പാഠങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. അവനാൽ സൃഷ്ടിക്കപ്പെട്ട സൈന്യത്തെ നോക്കൂ എന്നൊക്കെയുള്ള പുത്തൽ വാക്കുകൾ ദുര്യോധനൻ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ദുര്യോധനൊരു ഭയമുണ്ട്. ഒന്നാമത്തെ അധ്യായത്തിൽ നിന്ന് പ്രധാനമായും നമ്മൾ പഠിക്കേണ്ട പോയിന്റ് ജസ്റ്റ് ഒന്ന് പറയാം. അത് നിങ്ങൾ തീർച്ചയായിട്ടും മറ്റ് വിശിഷ്ട വ്യക്തികൾ ആണ് നിങ്ങളെ ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. അപ്പൊ ആ സമയത്ത് അവരൊക്കെ ഓരോരോ പോയിന്റുകൾ അവർ പറയും. അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും ഒന്നാം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 വിഷയങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. 3 കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, പാണ്ഡവർ, അതായത് ഈ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാനം വിജയം പാണ്ഡവരുടെ കയ്യിലായിരിക്കും എന്ന് നൽകുന്ന സൂചനകൾ 5 എണ്ണം നമുക്ക് കാണാൻ സാധിക്കും. 5 വിഷയങ്ങൾ അല്ലെങ്കിൽ 5 സൂചനകൾ ഭഗവത്ഗീതയിൽ ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ആ സൂചനകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന്റെ അല്ലെങ്കിൽ ഈ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ വിജയം പാണ്ഡവർക്കായിരിക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാനം കൗരവർ തോക്കും എന്ന് പറയുന്ന 4 സൂചനകളുണ്ട്.
5 നമുക്ക് പറയാം, 5 സൂചനകളായിട്ട് നമുക്ക് പറയാം. പക്ഷെ എന്നാലും പ്രധാനമായിട്ടും 4 സൂചനകൾ ഭഗവത്ഗീതയിൽ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇതിനൊക്കെ ഉപരിയായിട്ട് അർജുന വിഷാദയോഗം എന്ന ഈ അധ്യായത്തില് അർജുനന് വിഷമങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ വിഷയം അല്ലെങ്കിൽ ഈ പറഞ്ഞ തരത്തിലുള്ള തോന്നലുകൾ അല്ലെങ്കിൽ യുദ്ധം ചെയ്യണ്ട എന്ന് തോന്നാനുള്ള 5 കാരണങ്ങളും നമുക്ക് ഭഗവത്ഗീത 1-ാമത്തെ അധ്യായത്തിൽ കാണാം. ഈ 3 പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളാണ് നമുക്ക് 1-ാമത്തെ അധ്യായത്തിൽ നിന്ന് പഠിക്കേണ്ടത്. അടുത്ത വിശിഷ്ടമായ വ്യക്തികൾ ഓരോരുത്തർ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പോയിന്റിൽ ഏതൊക്കെ പോയിന്റ് ഏതൊക്കെ കണക്ഷനിൽ വരുന്നു എന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ അതനുസരിച്ച് നോട്ട് ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും മറ്റു ഭക്തന്മാരെല്ലാവരും നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നമുക്കിവിടെ നോക്കാം, ഈ 2 ശ്ലോകത്തിൽ കൂടി നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ 12-ാമത്തെ ശ്ലോകം ഇതാണ്. തസ്യ സഞ്ജയനൻ ഹർഷം കുരു വൃദ്ധാ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദദ്മൗ പ്രതാപവാൻ. ഒന്നുകൂടെ വായിക്കുകയാണ്. തസ്യ സഞ്ജനയൻ ഹർഷം കുരു വൃദ്ധാ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദദ്മൗ പ്രതാപവാൻ. വിവർത്തനം ഭാവാർത്ഥം ശില പ്രഭുപാദരുടെ. അപ്പോൾ പരാക്രമിയും കുരുപിതാമഹനുമായ ഭീഷ്മർ ദുര്യോധനന് ആഹ്ലാദം ജനിപ്പിക്കുമാറ് സിംഹഗർജനം പോലെയുള്ള ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തന്റെ ശംഖമെടുത്ത് ഊതി. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പരാക്രമിയും കുരുപിതാമഹനുമായ ഭീഷ്മർ ദുര്യോധനന് ആഹ്ലാദം ജനിപ്പിക്കുമാറ് സിംഹഗർജനം പോലെയുള്ള ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തന്റെ ശംഖം എടുത്ത് ഊതി. ശിലപ്രഭുപാദരുടെ ഭാവാർത്ഥം. കുരുപിതാമഹന് പൗത്രന്റെ അന്തർഗതം അറിയാമായിരുന്നു. അദ്ദേഹം സ്വാഭാവികമായ അനുകമ്പയോടെ ദുര്യോധനനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി തന്റെ സിംഹോപമ പാത്രത്തിന് ഒത്തവിധം ആർത്ത് അത്യുച്ചത്തിൽ ശംഖനാദം മുഴക്കി. ഭഗവാൻ കൃഷ്ണൻ മറുപക്ഷത്താകയാൽ ഈ യുദ്ധത്തിൽ വിജയം പ്രതീക്ഷിക്കാൻ വയ്യെന്ന് വിഷാദഗ്രസ്തനായ ദുര്യോധനന് ശംഖിന്റെ പ്രതീകത്തിലൂടെ ഭീഷ്മൻ പരോക്ഷമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എങ്കിലും യുദ്ധം നടത്തേണ്ടത് അദ്ദേഹത്തിന്റെ കർത്തവ്യമാണ്. അത് നിറവേറ്റാൻ അങ്ങേയറ്റം ശ്രമിക്കുകയും ചെയ്യും. 13-ാമത്തെ ശ്ലോകം. തതശംഖാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തുമുലോഭവത്. അതിനെ തുടർന്ന് ശംഖ്, ചെണ്ട, മദ്ദളം, കാഹളം എന്നിവയുടെ ശബ്ദം എമ്പാടും ഉയർന്നു യുദ്ധരംഗത്ത് കോലാഹലമായി. ഒഫീഷ്യലി കുരുക്ഷേത്ര യുദ്ധത്തിന് ഒരു ആരംഭം കുറിക്കുമാറ് സാക്ഷാൽ ഭീഷ്മദേവൻ അവിടെ ഒരു ശംഖനാദം മുഴക്കുകയാണ് ചെയ്തത്. ചില പ്രഭുപാദന്റെ ഭാവാർത്ഥത്തിൽ ഇത് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ആ ശംഖനാദത്തിന്റെ ഉദ്ദേശ്യം, അല്ലെങ്കിൽ ആ ശംഖനാദം കൊണ്ട് ഭീഷ്മദേവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുന്നുണ്ട്. ഭീഷ്മദേവൻ നല്ലതുപോലെ അറിയാം മറുവശത്ത് നിൽക്കുന്നത് ആരാണ്. സാക്ഷാൽ പരമപുരുഷോത്തമൻ. അദ്ദേഹത്തിന്റെ ഇച്ഛ അനുസരിച്ചേ എന്തും സംഭവിക്കുകയുള്ളൂ എന്ന ഉറച്ച ബോധ്യം അല്ലെങ്കിൽ ഉറച്ച ബോധം ഭീഷ്മ പിതാമഹനുണ്ട്. ഇതിനു മുൻപ് പറഞ്ഞ ദുര്യോധനന്റെ വാക്കുകളിൽ നിന്ന് ഭീഷ്മദേവന് ഒരു കാര്യം സ്പഷ്ടമാണ്. എന്താണ്? ദുര്യോധനന് ഹൃദയത്തിനുള്ളിൽ ഒരു ഭയമുണ്ട്. ആ ഭയം ഉള്ളത് കൊണ്ടാണ് ദുര്യോധനൻ ഇങ്ങനെ ചില ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് മ്യൂട്ടിൽ ഇരിക്കാമോ? ശാലിനി ജയരാജൻ മാതാജി,
ഒന്ന് മ്യൂട്ടിൽ ഇരുന്നിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആകുന്നത് കൊണ്ടാണ്. താങ്ക് യു സോ മച്ച് മാതാജി. ഹരേ കൃഷ്ണ. അപ്പം ദുര്യോധനന്റെ വാക്കുകൾ ഈ ഓരോരുത്തരെ കുറ്റപ്പെടുത്തുകയും അതുപോലെ രണ്ട് സൈന്യങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺ നടത്തുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഉള്ളിലൊരു ഭയമുള്ളത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതില് ഒരു കാര്യം ഒന്ന് നോക്കിക്കൊള്ളട്ടെ. ഞാൻ ഉദ്ദേശിച്ച ശ്ലോകം യെസ് ശ്ലോകം നമ്പർ 9. ശ്ലോകം നമ്പർ 9ന്റെ വിവർത്തനം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ I'll read the ശ്ലോക ഓൾസോ. അന്യേ ച ബഹവാ ശൂരാ മദർത്ഥേ ത്യക്ത ജീവിതാഃ നാനാശസ്ത്ര പ്രഹരണാഃ സർവേ യുദ്ധ വിശാരദാഃ. എനിക്ക് വേണ്ടി സ്വജീവിതം അർപ്പിക്കുവാൻ ഒരുങ്ങി വന്നവരായിട്ട് ഇനിയുമുണ്ട് പല വീരയോദ്ധാക്കളും. നാനാവിധത്തിലുള്ള ആയുധങ്ങൾ കൈവശമുള്ളവരും സമരമുറകളിൽ സുപരിചിതരുമാണ് അവർ. ഞാൻ ആദ്യമേ ചോദിച്ചു, ഐ ഡോണ്ട് നോ, ഐ ആം നോട്ട് ഗെറ്റിംഗ് എനി റെസ്പോൺസ്, സ്റ്റിൽ ഐ ആം ആസ്കിങ്. ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആരെങ്കിലും ഇത് ആദ്യം മുതലേ പങ്കെടുത്ത ഫസ്റ്റ് ശ്ലോകം, ധൃതരാഷ്ട്ര ഉവാച എന്ന് പറയുന്ന ആ ശ്ലോകത്തിൽ നിന്ന് എന്ത് സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എന്ത് സൂചനയാണ്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മാമക പാണ്ഡവശ്ചൈവ കിമകൂർവത സഞ്ജയ എന്ന് പറയുന്ന ആ ശ്ലോകത്തിൽ നിന്ന് എന്ത് സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ ക്വിക്കായിട്ട്? എനിക്ക് എപ്പോഴും സെഷൻ ഇന്ററാക്റ്റീവ് ആയിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. യെസ് പ്രഭു. ഈ ധർമ്മം എവിടെയാണോ അവിടെയാണ് ജയം. ധർമ്മക്ഷേത്രത്തിലാണ് യുദ്ധം നടക്കുന്നത്. അപ്പോ ധർമ്മം ഉള്ള ഭാഗത്ത് ജയം ഉണ്ടാവും തീർച്ചയാണ്. വെരി ഗുഡ്. അതിൽ നിന്ന് എന്ത് സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്? അതിൽ നിന്ന് പിന്നെ പാണ്ഡവർ ജയിക്കുന്നുള്ളതല്ലേ? വെരി ഗുഡ്, സൂപ്പർ. അപ്പൊ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ 3 സെക്ഷനുള്ള പോയിന്റ്സ് നമുക്ക് ഓരോ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുമ്പോൾ ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. കുരുക്ഷേത്രം എന്ന ഭൂമിയിൽ ഈ യുദ്ധം നടക്കുമ്പോൾ അത് ധർമ്മത്തിന്റെ ക്ഷേത്രമാണ്, ധർമ്മത്തിന്റെ സ്ഥാനമാണ്. കുരുക്ഷേത്ര ഭൂമിയെ കുറിച്ച് വളരെ മനോഹരമായ ഒരു സ്റ്റോറി ഉണ്ട്, പാസ്റ്റ് ടൈം ഉണ്ട്. ഇതിപ്പോ ഞാൻ പറയുന്നില്ല, പിന്നീട് നമുക്കൊരു അവസരം കിട്ടുമ്പോൾ പറയാം. ആ ധർമ്മഭൂമിയിൽ എന്ത് നടന്നാലും ധർമ്മത്തിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. അപ്പോ ആ ധർമ്മത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പാണ്ഡവർക്കായിരിക്കും വിജയം എന്ന സൂചന. അതാണ് ആദ്യത്തെ പോയിന്റ്. നമുക്ക് പാണ്ഡവർക്കായിരിക്കും വിജയം ഉണ്ടാകുന്നത് എന്ന സൂചന നൽകുന്നതിന്റെ ആദ്യത്തെ ശ്ലോകം ഭഗവത്ഗീതയുടെ ആദ്യത്തെ ശ്ലോകം തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് മാത്രമല്ല ഈ 1ാമത്തെ അധ്യായത്തിൽ കൂടി നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ധാരാളം നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നു. അത് 1ാമത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിൽ 1ാമത്തെ ശ്ലോകത്തിലെ ആ ഒരു പ്രത്യേക വാക്ക്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുയുത്സവ, യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന മാമക പാണ്ഡവശ്ചൈവ. ഈ 2 വാക്കുകൾ ധൃതരാഷ്ട്രർ ഉപയോഗിച്ചത് അങ്ങേ അറ്റം തെറ്റായ ഒരു പദങ്ങളാണ്. അതായത് കംപ്ലീറ്റ്ലി സെൽഫിഷ് മോട്ടീവാണ് ധൃതരാഷ്ട്രർ എന്ന് നമുക്ക് ആ 2 വാക്കുകളിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇവർ 2 പേരും കുരുവംശജരാണ്. ജ്യേഷ്ഠന്റെയും അനുജന്റെയും പുത്രന്മാരായ ഈ 2 ഗ്രൂപ്പ് അവിടെ നിൽക്കുമ്പോൾ ഒരുവരെ വിളിക്കുകയാണ് എന്റെ പുത്രന്മാർ മാമക പാണ്ഡവശ്ചൈവ. അങ്ങനെ പാണ്ഡവർ എന്ന ഒരു വാക്ക്, ഒരു നാമം അവർക്ക് നൽകപ്പെട്ടു. യഥാർത്ഥത്തിൽ അവരും കൗരവരാണ്. പാണ്ഡവർ എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്രയെ പോലെ തന്നെ അതേ അവകാശമുള്ള വ്യക്തി ആയിരുന്നുവല്ലോ പാണ്ഡു.
പാണ്ഡുവും അതേ കുലത്തിൽ തന്നെ ജനിച്ചത് കൊണ്ട് അവർക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും കുലത്തിന് അവകാശപ്പെട്ട നാമധേയം കൗരവരെന്നാണ്. പിന്നെ എങ്ങനെ കൗരവരെ ധൃതരാഷ്ട്രപുത്രർ മാത്രം കൗരവരും മറ്റവർ പാണ്ഡവരുമായി മാറി? ദാറ്റ് ഈസ് ദ സെൽഫിഷ് മോട്ടീവ് ഓഫ് ധൃതരാഷ്ട്ര. അദ്ദേഹം ബാഹ്യമായിട്ട് മാത്രമല്ല അന്ധനായിരുന്നത്, ഇന്റേണലിയും അദ്ദേഹം അന്ധനാണ് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊരു വലിയ പാഠമാണ് നമുക്ക് പഠിക്കേണ്ടത്. ഞാൻ എൻ്റേത് എന്ന തോന്നൽ നമുക്കുണ്ടാകുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു കുരുക്ഷേത്ര യുദ്ധത്തിന് തയ്യാറാകുകയാണ് എന്ന് മനസ്സിലാക്കണം. ആൻഡ് ദാറ്റ് സെൽഫിഷ് മോട്ടീവ്, ആ ഒരു എന്താ പറയാ, സ്വന്തം എൻ്റേത്, ഞാൻ എൻ്റേത് എന്ന ആ തോന്നലാണ് ഈ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അതല്ല എൻ്റെ അനുജന്റെ പുത്രന്മാരെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് അവൻ പോയത്, അവരെ നല്ലതുപോലെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ ധൃതരാഷ്ട്രരുടേത് യഥാർത്ഥത്തിൽ നമ്മളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് ഗവൺമെന്റിന്റെ സ്റ്റാറ്റസ് പറയുന്നത് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് ഓൺലി എ കെയർ ടേക്കർ മന്ത്രിസഭയായിരുന്നു ധൃതരാഷ്ട്രരുടേത്. കെയർ ടേക്കർ മന്ത്രിസഭയായിരുന്നു. കാരണം ധൃതരാഷ്ട്രർ അന്ധനായതുകൊണ്ട്, ജന്മനാ അന്ധനായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു രാജാവാകാനുള്ള ഗുണം ഇല്ല എന്ന് ഓൾറെഡി ഡിക്ലെയർ ചെയ്തതാണ്. അപ്പോൾ പാണ്ഡുവിനെ രാജാവായി അഭിഷിക്തനാകുകയും അകാലത്തിൽ പാണ്ഡു മരണപ്പെടാൻ കാരണമായതുകൊണ്ട് രാജ്യം രാജാവില്ലാത്തൊരവസ്ഥയിൽ നിൽക്കാൻ പാടില്ല എന്ന ഒരു സിറ്റുവേഷനിൽ ധൃതരാഷ്ട്രരെ അടുത്ത രാജാവ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആള് വളർന്നു വരുന്നിടം വരെ ഒരു താത്കാലിക മന്ത്രിസഭ നൽകുകയാണ് ധൃതരാഷ്ട്രക്ക് ചെയ്തത്. ഹി വാസ് നോട്ട് എ റിയൽ കിങ്. അദ്ദേഹം ഒരു യഥാർത്ഥ രാജാവല്ലായിരുന്നു. അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവർ പലരും എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ അത് നേരിട്ട് അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരു വസ്തുത എന്ന നിലയിൽ ഞാനത് ഒരു എക്സാമ്പിൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ 1984 എനിക്ക് ഓർമ്മ, 84 ഇന്ദിരാഗാന്ധി മരിക്കുന്ന 1984 ഹരേ കൃഷ്ണ അല്ലേ? ആരെങ്കിലും ഒരാൾ പറയൂ. ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രഭു. 1984 ഇന്ദിരാഗാന്ധി മരണപ്പെട്ടപ്പോൾ, അതായത് ഓൺ ദ സ്പോട്ട് മരിക്കുകയാണ്. ഞാൻ അങ്ങനെ ശരീരത്തിനെ അങ്ങനെ എന്താ പറയാ, ഒരു ഇതുപോലെ വെടിയുണ്ടകൾ കൊണ്ട് നിറച്ച് ഓൺ ദ സ്പോട്ടേ അവർ മരിച്ചു. പക്ഷേ ഒഫീഷ്യലി ഇന്ദിരാഗാന്ധി മരണപ്പെട്ടു എന്ന് ഡിക്ലെയർ ചെയ്തത് രാജീവ് ഗാന്ധി. അദ്ദേഹം വേറെ വിദേശത്ത് ഏതോ സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് സ്ഥലത്തെത്തി അടുത്ത പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റതിന് ശേഷം മാത്രമാണ് ഇന്ദിരാഗാന്ധി മരണപ്പെട്ടു എന്ന് ഒഫീഷ്യലി ഇന്ത്യ ഡിക്ലെയർ ചെയ്യുന്നത്, ഇന്ത്യ എന്ന രാഷ്ട്രം ഡിക്ലെയർ ചെയ്യുന്നത്. അതിന് മുമ്പേ ഷി ലെഫ്റ്റ് ഹർ ബോഡി. പക്ഷെ എൻ്റെ പോയിന്റ് അതല്ല. പക്ഷെ ആ സമയത്ത് ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ രാജീവ് ഗാന്ധിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള എന്ത് ഗുണമാണ് ഉണ്ടായിരുന്നത്? എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ, ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താണ്? ഹി ഷുഡ് ബി ഇന്ത്യൻ സിറ്റിസൺ. ഓഫ് കോഴ്സ് ഹി ഈസ് എൻ ഇന്ത്യൻ സിറ്റിസൺ. രണ്ടാമത് എന്താണ്? ഹി ഷുഡ് ബി എ മെമ്പർ ഓഫ് പാർലമെന്റ്. ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് ആയിരിക്കണം എന്നൊരു നിബന്ധനയുണ്ട്. പക്ഷേ അതിലൊരു ക്ലൂ ഉണ്ട്, ഒരു ക്ലോസ് ഉണ്ട്. വിതിൻ 6 months ഹി ക്യാൻ പ്രൂവ് ദാറ്റ് ഹി ഈസ് എ മെമ്പർ ഓഫ് പാർലമെന്റ്. അതൊരു കണ്ടീഷൻ ഉണ്ട്. പക്ഷേ ബേസിക്കലി ഒരു രാഷ്ട്രീയത്തിൽ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാൾ ഓൾ ഓഫ് എ സഡൻ ഹി ബിക്കം ദ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു കെയർ ടേക്കർ മന്ത്രിയായിരുന്നു. ഹി വാസ് എ കെയർ ടേക്കർ മന്ത്രി. അതുപോലെ ചില സന്ദർഭങ്ങളിൽ രാജിവെക്കും, പ്രധാനമന്ത്രി രാജിവെച്ച് കഴിഞ്ഞാൽ ഉടനെ വേറൊരാളെ പ്രധാനമന്ത്രിയായിട്ട് ഇരുത്തിയിട്ട് ഒരു കെയർ ടേക്കർ മന്ത്രിസഭ ആ സമയത്തൂടെ ഉടനെ നടത്തും. കാരണം അതൊരു താൽക്കാലികമായിട്ട് രാജ്യഭരണം, അതായത് ഇന്ത്യ എന്ന മഹാരാഷ്ട്രത്തിന് പ്രധാനമന്ത്രി ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വെക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ
ഹസ്തിനപുരം ഭാരതഭൂമി മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് ആയിരുന്നു ഹസ്തിനപുരത്തിലെ രാജാവ്. അപ്പൊ ആ രാജ്യത്തില്, ആ ലോകത്തിന് രാജാവില്ലാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ലാഞ്ഞതുകൊണ്ട് പാണ്ഡു മരിച്ച സമയത്ത് ധൃതരാഷ്ട്രക്ക് കൊടുത്ത ഒരു കെയർ ടേക്കർ മന്ത്രിസഭ മാത്രമായിരുന്നു ആ ഒരു രാജഭരണ അവകാശം കൊടുത്തു. അതല്ല എങ്കിൽ, അതുകൊണ്ട് ഈവൻ അദ്ദേഹത്തിന് ഒഫീഷ്യലി പറയുകയാണെങ്കിൽ ഈവൻ അദ്ദേഹത്തിന് യുവരാജാവിനെ ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം പോലും ഇല്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഹി ടുക്ക് ദ പവർ. മറ്റുള്ളവരെ എല്ലാം വശീകരിപ്പിച്ച് പല ചതികളിൽ കൂടി അദ്ദേഹം തൻ്റെ വശത്തിലാക്കി അദ്ദേഹം അതിനുള്ള പവർ നേടിയെടുത്ത് അങ്ങനെ ആവുകയാണ്. എന്നാൽ അത് യഥാർത്ഥ അവകാശിക്ക് നൽകാനുള്ള മനോഭാവം കാണിച്ചോ? അതുമില്ല. ഇതെല്ലാം ബിക്കോസ് ഓഫ് ബിക്കോസ് ഓഫ് ഹിസ് സെൽഫിഷ്നെസ്. അതാണ് യുദ്ധത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഈ 12ാമത്തെ ശ്ലോകത്തിൽ കാണാം. എന്നാൽ 12ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഐ ജസ്റ്റ് വാണ്ട് ടു സേ അബൌട്ട് ദിസ് 9th ശ്ലോക. 9th ശ്ലോകത്തില് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതെനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി സ്വജീവിതം അർപ്പിക്കുവാൻ ഒരുങ്ങി വന്നവരായിട്ട് ഇനിയുമുണ്ട് പല വീരയോദ്ധാക്കളും. നാനാവിധത്തിലുള്ള ആയുധങ്ങൾ കൈവശമുള്ളവരും സമരമുറകളിൽ സുപരിചിതരുമാണായവർ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ 3 ഹെഡിങ്സ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെയാ 3 ഹെഡിങ്സ് ഞാൻ പറഞ്ഞത്? ക്യാൻ എനിവൺ കം അപ്പ്? എന്തൊക്കെയാ 3 ഹെഡിങ്സ് ഞാൻ പറഞ്ഞത്? ഏതൊക്കെയാണെന്ന് ആർക്കെങ്കിലും പറയാമോ? Hare Krishna. I want more interactive session. Hare Krishna. Please come forward. എല്ലാവരും ക്ലാസ് കേൾക്കുന്നുണ്ടോ? ഉറങ്ങുവാണോ? എത്ര പേര് ഉറങ്ങുന്നുണ്ട്? കൈ കേൾക്കുന്നുണ്ട്. പാണ്ഡവർ പറയാം. പാണ്ഡവർ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാനം ജയിക്കുന്നത് 5 സൂചനകൾ ഉണ്ടെന്ന് പറഞ്ഞു. വെരി ഗുഡ്. പിന്നെ 4 സൂചനകൾ കൗരവർ തോൽക്കുന്നതിനെ പറ്റിയും ഉണ്ടായിരുന്നു പറഞ്ഞു. വെരി ഗുഡ്. ഓക്കെ. യുദ്ധം ചെയ്യേണ്ട എന്നതിന് അർജുനൻ 5 കാരണങ്ങൾ പറയുന്നുണ്ട്. യുദ്ധം ചെയ്യണ്ട എന്ന് പറയുന്നത്, ചെയ്യണ്ട എന്നതിന്, അതെ, യുദ്ധം ചെയ്യണ്ട എന്നതിന് അർജുനൻ 5 കാരണങ്ങൾ കാണിക്കുന്നുണ്ട്. വെരി ഗുഡ്. താങ്ക് യു സുഷമ മാതാജി. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഒന്ന് ഗിയർ അപ്പ് ആകുക. ഐ വാണ്ട് ഇന്ററാക്റ്റീവ് സെഷൻസ്. ഓക്കെ. മോർ ലൈക്ലി ഇത് ഇനീഷ്യൽ ഡിവോട്ടീസ് ഒക്കെ മിണ്ടാതിരിക്കുക, മറ്റുള്ളവരൊക്കെ വരട്ടെ. ഓക്കെ. ഐ വാണ്ട് കുറച്ച്, അല്ലെങ്കിൽ എല്ലാവരും ഉറങ്ങുകയാണോ എന്ന് എനിക്ക് അറിയണ്ടേ, അതുകൊണ്ടാണ്. ഹരേ കൃഷ്ണ. സോ ഈ പറഞ്ഞ ശ്ലോകത്തിൽ 9ാമത്തെ ശ്ലോകത്തിൽ എന്തായിരിക്കും? സുഷമ മാതാജിക്ക് പറയാമോ? എന്തായിരിക്കും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ? ഈ പറഞ്ഞ 3 ഹെഡിങ്ങിൽ ഏത് കാറ്റഗറിയിൽ ഇത് വരും ഒന്ന് പറയാമോ? ഈ പറഞ്ഞ 3 കാറ്റഗറിയിൽ ഈ ശ്ലോകം ഏത് കാറ്റഗറിയിൽ വരുമെന്നൊന്ന് ജസ്റ്റ് ഊഹിച്ചു, ജസ്റ്റ് ഗസ് വർക്ക് മതി. ഐ നോ ഐ മീൻ യുവർ ഫസ്റ്റ്, ആദ്യമായിട്ട് വരുന്ന ക്ലാസ്സിൽ വരുന്ന ആളാണ്. അപ്പൊ എന്നാലും ജസ്റ്റ് ഒരു ഗസ് വർക്ക് ചെയ്യാൻ സാധിക്കുമോ? സുഷമാതി അല്ലാതെ വേറെ ആർക്കെങ്കിലും പറയാമോ? ഈ ശ്ലോകം ഏത് കാറ്റഗറിയിൽ വരും? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. Everybody is sleeping. കൗരവർ തോക്കുന്നുള്ളതിനുള്ള ഒരു വെരി ഗുഡ്, സൂപ്പർ സുഷമ മാതാജി, യു ആർ ഗ്രേറ്റ്. താങ്ക് യു. ഏത് പോയിന്റ് ആണ് ഇതിൽ, ഈ ശ്ലോകത്തിൽ ഏത് പോയിന്റ് ആണ് കൗരവർക്ക് തോൽവിയാണെന്ന് പറയാൻ കാരണം? അയാള് ഇത് സ്വന്തമായിട്ട് വളരെ ഇതിലാണ്, എല്ലാവരും എന്നെ സഹായിക്കാനുണ്ട്, എനിക്ക് അതുകൊണ്ട് നമ്മൾക്ക് ജയിക്കാൻ ആൾക്കാരുള്ളതുകൊണ്ട് ജയിക്കും എന്നുള്ള ഒരു വിചാരം ദുര്യോധന ഉണ്ടായിരുന്നു. അപ്പൊ അവര് ജയിക്കുമെന്നുള്ളവരെ പറയണത്, അപ്പൊ തോൽക്കുമെന്ന് പറയാൻ കാരണം അല്ല, പക്ഷെ ആ മനസ്ഥിതിയാണ് അവർ തോൽക്കുമെന്ന് നമുക്ക് വായിക്കുന്നവർക്ക് കൂടുതൽ ഒപ്റ്റിമിസ്റ്റിക് ആയി അല്ലേ? കൂടുതൽ ഒരു അതായത് ഓവർ കോൺഫിഡൻസ് പറയാം. ഓവർ കോൺഫിഡൻസ്, അയാൾക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ട്, അതുകൊണ്ട് മേക്ക് സെൻസ്. പക്ഷെ ഐ വിൽ ഗിവ് യു വൺ ക്ലൂ. ഫസ്റ്റ് ലൈനിൽ എഴുതിയിരിക്കുന്നത് എന്താണ്?
എനിക്ക് വേണ്ടി സ്വജീവിതം അർപ്പിക്കുവാൻ ഒരുങ്ങി. അതായത് he has already decided that those who have come in favor of him, to fight in favor of him, will die. അത് എല്ലാവരും എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാനായിട്ട് വന്നവരെല്ലാരും മരിക്കും എന്ന ഒരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്, അല്ലേ? അതെ അതെ. So that means there's a negative. So that gives a clue that the failure അല്ലെങ്കിൽ the defeat will be in Kaurava's side. Okay? So എനിക്ക് വേണ്ടി സ്വജീവിതം അർപ്പിക്കുക എന്ന് അതിനുവേണ്ടി തയ്യാറായി അവർ വന്നിരിക്കുന്നു. ഇനിയും ധാരാളം ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. There are so many people who came to to die, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ജീവിതം അല്ലെങ്കിൽ മരിക്കുവാൻ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി മരിക്കുവാനായി തയ്യാറായവർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് വൺ പോയിന്റ്. ഓക്കെ, അത് ഓർത്തിരിക്കാം. നൗ കമ്മിങ് ടു ദ 12th ശ്ലോക. ഇവിടെയും അതേ കാറ്റഗറിയിൽ തന്നെയുള്ള ഒരു പോയിന്റ് ആണ് വരുന്നത്. ഏത്? തോൽവി കൗരവരുടെ കൂടെ ആയിരിക്കും എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് ഈ ശ്ലോകത്തിൽ വരുന്നത്. അപ്പോൾ പരാക്രമിയും കുരുപിതാമഹനുമായ ഭീഷ്മർ ദുര്യോധനന് ആഹ്ലാദം ജനിപ്പിക്കുമാർ. സോ ദാറ്റ് മീൻസ് ദുര്യോധനൻ ഓൾറെഡി വെരി മച്ച് വറീഡ് ആണ്, ഭയങ്കര വിഷമത്തിലാണ്, ഭയങ്കര ദുഃഖത്തിലാണ്, അല്ലെങ്കിൽ എന്തോ ഒരു പിരിമുറുക്കം അദ്ദേഹത്തിനുണ്ട്, എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് സന്തോഷം നൽകാൻ പറ്റുമെന്ന വിധേന ഭീഷ്മ പിതാമഹൻ വളരെ ശബ്ദത്തോടുകൂടി ശംഖ് വിളിച്ചു. കാരണം he knows very clearly that who is standing against him. ആരാണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് എന്ന് ഭീഷ്മന് നല്ലതുപോലെ അറിയാം. ഭഗവാൻ കൃഷ്ണൻ അവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് അവരെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല എന്ന് ഭീഷ്മഭഗവതിന് പിതാമഹന് തീർച്ചയായിട്ടും അറിയാം. പക്ഷെ എന്നിരുന്നാലും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എന്ന ഒരു ബോണ്ടേജ്, ഐ മീൻ ഒരു കടപ്പാട്, കാരണം ദുര്യോധനന് താൽക്കാലികമായിട്ട് ഒരു സന്തോഷം നൽകുമാറ് അദ്ദേഹം തന്റെ ശംഖ് വിളിച്ചു എന്ന് പറയാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് അറിയണം, അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നറിയേണ്ട കാര്യം, ഭീഷ്മനിൽ നിന്നറിയേണ്ട കാര്യം, ആദ്യത്തെ ശ്ലോകത്തിൽ ധൃതരാഷ്ട്രർ ഉപയോഗിച്ച മാമക എന്ന വാക്ക് ഭീഷ്മന് ആപ്ലിക്കബിൾ ആണോ? നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ ആർക്കെങ്കിലും എനി സജഷൻ ഓൺ ദിസ്? അതായത് ഭീഷ്മദേവന് ആ മാമക എന്ന വാക്ക് എവിടെയെങ്കിലും ഭീഷ്മൻ സെൽഫിഷ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഈവൻ ഇനീഷ്യേറ്റഡ് ഡിവോട്ടീസ് ക്യാൻ ഓൾസോ ഓപ്പൺ അപ്പ്, നോ പ്രോബ്ലം. ഭീഷ്മർക്ക് അങ്ങനെ ഒരു വിചാരം ഇല്ലായിരുന്നു. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ആരാണ് പറഞ്ഞത്? സുഷമ മാതാജി, താങ്ക് യു സോ മച്ച്. ഓക്കെ, വാട്ട് അബൌട്ട് അതേഴ്സ്? മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണ്? ഭീഷ്മ പിതാമഹൻ സെൽഫിഷ് ആയിരുന്നോ അല്ലയോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഹരേ കൃഷ്ണ. എല്ലാരും ഉറങ്ങുവാണോ? ക്ലാസ് നിർത്തട്ടെ. ആയിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സെൽഫിഷ് ആയെന്ന് പറയാൻ കാരണം? അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വാക്ക് മാത്രമേ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുള്ളൂ. മറ്റേ വെരി വാലിഡ് പോയിന്റ്, വെരി ഗുഡ്, സൂപ്പർ, വെരി വാലിഡ് പോയിന്റ്. അതായത് അദ്ദേഹത്തിന്റെ ശപഥങ്ങൾ. കറക്റ്റ്. ഓക്കെ, ഐ അണ്ടർസ്റ്റുഡ്. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച് പിള്ളൈ സാർ. പിള്ളൈ സാർ പറഞ്ഞു വളരെ കറക്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ശപഥങ്ങൾ അദ്ദേഹം മുറുകി പിടിച്ചിരുന്നു. അതായത് ഞാൻ എടുത്ത ശപഥം നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്ന ഒരൊറ്റ ചിന്താഗതിയിൽ അദ്ദേഹം ജീവിച്ചിരുന്നു. വെരി ഗുഡ്, വാലിഡ് പോയിന്റ്. അതായത് അതിനെ ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്ത ഒരു ഇൻസിഡന്റ് പറയാമോ? പിള്ള സാറിന് സാധിക്കുമോ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും? ഇത് ആ പോയിന്റിന് ഇപ്പം തന്റെ ശബ്ദമാണ് ഏറ്റവും കഠിനമായ അല്ലെങ്കിൽ ഏറ്റവും ഇതായിട്ടുള്ളത് എന്നതിനെ പ്രൂവ് ചെയ്യാനുള്ള ഒരു ഇൻസിഡന്റ് പറയാമോ? ദ്രൗപദിയുടെ വസ്ത്രക്ഷേപ സമയം. എക്സാക്ട്ലി, ഒന്നല്ല, ദാറ്റ് ഈസ് ദ വൺ. എക്സാക്ട്ലി, ദാറ്റ് ഈസ് ദ വൺ.
അതായത് വസ്ത്രാക്ഷേപ സമയത്ത് താൻ ഓൾറെഡി ധൃതരാഷ്ട്രക്ക് വാക്ക് കൊടുത്തു. ഭീഷ്മദേവൻ എന്താണോ രാജസിംഹാസനത്തിൽ ഇരിക്കുന്നവര് ആജ്ഞാപിക്കുന്നത് അല്ലെങ്കിൽ അവര് ചെയ്യുന്നത് അതിനെ സപ്പോർട്ട് ചെയ്തു കൊള്ളാം എന്നൊരു വാക്ക് ഭീഷ്മദേവൻ കൊടുത്തു. ആ വാക്കിനെ നിലനിർത്തുന്നത് എന്ന ഉദ്ദേശ്യം യഥാർത്ഥത്തിൽ അത് ദുരുദ്ദേശം എന്ന് തന്നെ പറയുന്നത് തെറ്റില്ല. ആ ഒരു കാരണത്താലാണ് ദ്രൗപദിയെ അത്രയും വലിയ ഒരു സദസ്സിന് മുൻപിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത്, മറിച്ച് തന്റെ വാക്കുകളെ തുച്ഛമായിട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ആ ഒരു സ്ത്രീയുടെ എല്ലാവരും മ്യൂട്ടിലിരുന്നോട്ടു. പിള്ള സാറും ശരിപക്ഷെ എനിക്ക് അവിടെ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. സുഷമ മാതാജിയും മ്യൂട്ടിലിരുന്നാട്ടെ, ശ്രീതാലക്ഷ്മി മാതാജിയും മ്യൂട്ടിലിരുന്നാട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ. പിള്ള സാർ, യെസ്, താങ്ക് യു, വെരി ഗുഡ്, എക്സലന്റ്. അപ്പോൾ ഭീഷ്മദേവൻ തന്റെ വാക്കുകൾ അല്ലെങ്കിൽ താൻ കൊടുത്ത വചനങ്ങൾ എല്ലാം തുച്ഛമാക്കി കളഞ്ഞുകൊണ്ട് ദ്രൗപദിയെ അവിടെ വസ്ത്രാക്ഷേപം ചെയ്യാനായി ആരംഭിച്ചപ്പോൾ ദുര്യോധനെയും ദുശാസനെയും അവിടെ തന്റെ ആയുധമെടുത്ത് അടക്കി നിർത്തിയിരുന്നുവെങ്കിൽ ഈ യുദ്ധം ഇവിടെ നടക്കില്ലായിരുന്നു. ദാറ്റ് ഈസ് സിംപ്ലി ഹിസ് സെൽഫിഷ് മോട്ടീവ്. യഥാർത്ഥത്തിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് മഹാഭാരതത്തിൽ നമ്മൾ അറിയേണ്ട പഠിക്കേണ്ട പ്രധാനപ്പെട്ട 3 ക്യാരക്ടർ. ദാറ്റ് മീൻസ് വി ഷുഡ് നോട്ട് ബി ലൈക്ക് ദാറ്റ്. നമ്മൾ അവരെ പോലെ ആകരുത് എന്ന് പഠിപ്പിക്കുന്ന 3 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആണ് മഹാഭാരതത്തിലുള്ളത്. ആരൊക്കെയാന്ന് പറയാമോ ആർക്കെങ്കിലും? ആരൊക്കെയാണ് 3 ക്യാരക്ടേഴ്സ് നമ്മൾ ഒരിക്കലും ആകാൻ പാടില്ലാത്തവര്? ഹരേകൃഷ്ണൻ പ്രഭു. ധൃതരാഷ്ട്രം ഉണ്ട്, ഓക്കെ ഫൈൻ, ഹി വാസ് സെൽഫിഷ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് മേ ബി അതേഴ്സ്, ഐ മീൻ കുറച്ചുകൂടി ദുര്യോധനനും ആകാൻ പാടില്ല, കറക്റ്റ് ആണ്. പക്ഷെ അതിനും കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ളവര് ഭീഷ്മരും ദ്രോണനും കർണനും. ഭീഷ്മർ, ദ്രോണർ, കർണൻ. കാരണം ഇവർക്ക് 3 പേരുടെയും ശക്തി കൊണ്ട് മാത്രമാണ് ദുര്യോധനൻ ഈ യുദ്ധത്തിന് തയ്യാറായത്. അല്ലെങ്കിൽ ഹി വിൽ നെവർ കം ഫോർവേഡ്. ഈ 3 പേരുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ദുര്യോധനൻ ഈ യുദ്ധത്തിന് തയ്യാറായി വന്നത്. കാരണം തന്റെ കൂടെ തന്റെ പക്ഷത്ത് നിൽക്കും എന്ന ധൈര്യം ദുര്യോധനൻ ഉണ്ടായിരുന്നു. എന്താണ് ഓക്കെ, ഭീഷ്മൻ എന്ന് പറയുന്ന വ്യക്തി തീർച്ചയായിട്ടും ഭഗവാന്റെ ഉത്തമ ഭക്തരിൽ ഒരുവനാണ്. ആ ആസ്പെക്ട് അല്ലാതെ ഐ എം ടോക്കിംഗ് ഓൺലി ഇൻ ദിസ് പർട്ടിക്കുലർ ആസ്പെക്ട്, ഓക്കെ, ദാറ്റ് വി ഷുഡ് നോട്ട് ഫോളോ ഭീഷ്മദേവൻ. തീർച്ചയായിട്ടും അദ്ദേഹം ഭഗവാന്റെ 12 മഹാജനന്മാരിൽ ഒരുവനാണ്. ആ ആസ്പെക്റ്റിൽ തീർച്ചയായിട്ടും വി ഷുഡ് ഫോളോ ഹിം. നമ്മൾ അദ്ദേഹത്തിന്റെ പാതകൾ മാത്രം പിന്തുടരും. പക്ഷെ ഇവിടെ പറയുന്നത് എന്തെന്നാൽ, ഭഗവാൻ കൃഷ്ണൻ ഭീഷ്മദേവനും കർണനും ദ്രോണാചാര്യരും മരിക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശ സമയത്ത് പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ഭീഷ്മദേവനോട് 2-3 പേരോടും പറയുന്നത്, നിങ്ങൾക്ക് 3 പേർക്കും ധർമ്മം എന്തെന്ന് അറിഞ്ഞിട്ടും അധർമ്മത്തിന് കൂട്ടുനിന്നു. ദാറ്റ് വാസ് യുവർ ഫോൾട്ട്. അത് മഹാപാപമാണ്. അധർമ്മം മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് കുഴപ്പമില്ല എന്ന് വെച്ചാൽ, ഐ എം നോട്ട് സേയിങ് ദാറ്റ്സ് ഗുഡ്, പക്ഷേ അർത്ഥപ്പെടുത്തി. പക്ഷേ ഈ 3 പേര് അവർക്ക് ധർമ്മം എന്തെന്നറിയാം. ഭീഷ്മദേവൻ അറിയാം ദുര്യോധനനും ദുശാസനും ആ സദസ്സിൽ വെച്ച് ചെയ്യുന്നത് വളരെ ക്രൂരമായ പ്രവൃത്തിയാണ്, തെറ്റാണ് എന്ന് ഭീഷ്മദേവന് നല്ലതുപോലെ അറിയാമായിരുന്നു. ദ്രോണാചാര്യർക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. കർണനും നല്ലതുപോലെ അറിയാമായിരുന്നു. മറ്റുള്ളവരെല്ലാവരും എൻജോയ് ചെയ്യുമായിരുന്നു. ഐ മീൻ ദേ വേർ ഇൻ എ ഡിഫറെന്റ് ഓൾ ടുഗദർ ഡിഫറെന്റ് എന്താ പറയാ മോഡിലായിരുന്നു. പക്ഷെ ദീസ് 3 പീപ്പിൾ വേർ റിഗ്രറ്റിംഗ് ഫോർ ദിസ്. അവർക്ക് ധർമ്മം എന്തെന്ന് അറിയാമായിരുന്നിട്ടും അതിനെ മൗനം കൊണ്ട് അനുകൂലിച്ചു. ഐ എം നോട്ട് സേയിങ് ദാറ്റ് ദേ വേർ കംപ്ലീറ്റ്ലി ഫേവറിംഗ് ദാറ്റ്. പക്ഷെ അവർ മൗനം ധരിച്ചുകൊണ്ട് അതിനെ അനുകൂലിച്ചു. ഭീഷ്മനോ ദ്രോണനോ കർണനോ അവിടെ ആയുധം എടുത്തിരുന്നെങ്കിൽ, കർണനൊക്കെ ഓഫ് കോഴ്സ് ദ്രൗപദിയെ വേശ്യ എന്ന് വിളിച്ചു എങ്കിലും ഈവൻ ഹി വാസ് നോട്ട് ഫേവറിംഗ് വസ്ത്രാക്ഷേപത്തിന് ഫേവർ ചെയ്യുമല്ലായിരുന്നു. അപ്പൊ അവിടെ
ദുര്യോധനൻ എഗൻസ്റ്റ് ഭീഷ്മദേവൻ ആയുധം എടുത്തിരുന്നുവെങ്കിൽ ഈ കുരുക്ഷേത്ര ഭൂമിയിൽ വന്ന് നിൽക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ അവിടെ തൻ്റെ സെൽഫിഷ് മോട്ടീവ് കൊണ്ട് മാത്രമാണ് ഭീഷ്മൻ അവിടെ പിടിച്ചു നിന്നത്. തൻ്റെ ശപഥത്തിനെ വളരെ വില കൽപ്പിച്ചുകൊണ്ട് അതാണ് തൻ്റെ ധർമ്മം എന്ന് തെറ്റിദ്ധരിച്ചു. അപ്പൊ ധർമ്മം അതല്ല, സ്വന്തം കാര്യങ്ങൾ നോക്കുക എന്നുള്ളതല്ല ധർമ്മം എന്ന് അവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. വാട്ട് എവർ ഈസ് ദ ലോർഡ്സ് ഡിസയർ, ഭഗവാന്റെ ആഗ്രഹം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ധർമ്മം. ഭഗവത് ഇച്ഛ എന്താണെന്ന് നമ്മൾ അറിയണം. അപ്പൊ ഈ ഒരു പോയിന്റില് ഭീഷ്മദേവൻ തൻ്റെ സിംഹഗർജനം പോലെയുള്ള ശംഖ് വിളിച്ചുകൊണ്ട് ആ ശബ്ദം ദുര്യോധനന്റെ ഹൃദയത്തിൽ ഒരു സന്തോഷം ജനിപ്പിച്ചു. എന്നാൽ ശ്രീല പ്രഭുപാദയുടെ ഭാവാർത്ഥത്തിൽ പറയുന്ന മനോഹരമായ ഒരു പോയിന്റ് എന്താണ്? ആ ശംഖനാദത്തിന്റെ കൂടി ദുര്യോധനനോട് ഒരു സൂചന കൂടെ നൽകുകയാണ്, എടാ നിനക്കായിരിക്കും തോൽവി എന്ന്. കാരണം എന്താണ്? ശംഖ എന്ന് പറയുന്നത് എന്താണ്? ഭഗവാൻ വിഷ്ണുവിന്റെ 4 കൈകളിലെ 4 കാര്യങ്ങളിൽ ഒന്നാണ് ശംഖ്, ചക്ര, ഗദാ, പത്മം. ശംഖം എന്ന് പറയുന്നത് കൺസിഡേർഡ് ആസ് ആൻ ഓസ്പീഷ്യസ് പാരഫെർനേലിയ ഓഫ് ദ ലോർഡ്. വളരെ വളരെ ശുഭകരമായ ഒരു പൂജാ സാധനമാണ് ഭഗവാനെ പൂജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കിയത് കൊണ്ട് ഇപ്പൊ ഭഗവാനെ പൂജിക്കുകയല്ലേ ചെയ്തത്. She was glorifying the Lord. അപ്പൊ അതൊരു ദുര്യോധനൊരു സൂചന കൂടി നൽകുകയാണ്, തോൽവി നിനക്കായിരിക്കും എന്നുകൂടി പറയാണ്. അടുത്ത 2-3 ശ്ലോകങ്ങളിൽ ഇനി പറയാമോ? അടുത്ത പ്രഭു നാളെ പ്രഭു മാതാജി ആരും നാളെ ക്ലാസ് എടുക്കുമ്പോൾ അത് പറയുമെങ്കിലും അതിൽ ഒരു പോയിന്റ് ഞാൻ ജസ്റ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സോ ടൈം 7:45 വരെയാണ് സമയം തന്നിരിക്കുന്നത്. സോ അതില് അടുത്ത 2-3 ശ്ലോകങ്ങളിലായിട്ട് ഇനി പല ആൾക്കാരുടെ ശംഖിന്റെ പേര് പറയുന്നുണ്ട്. ശംഖിന്റെ പേരുകൾ ഇവിടെ പല ആൾക്കാർ ശംഖ് വിളിച്ചതായിട്ട് നമുക്ക് 12 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പല ആൾക്കാർ ശംഖ് വിളിച്ചതായിട്ട് പറയുന്നതാണ്. പക്ഷേ ഈ പറയുന്ന ഇത്രയും ശ്ലോകങ്ങളിൽ 7ഓ 8ഓ ശ്ലോകങ്ങളിലായിട്ട് പല ആൾക്കാർ ശംഖ് വിളിച്ചതായിട്ട് പറയുന്നുവെങ്കിലും ഇതിൽ 6 പേരുടെ മാത്രം ശംഖിന്റെ പേരാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. 6 പേരുടെ. ആരൊക്കെയാണ്? പാണ്ഡവരുടെയും ഭഗവാൻ കൃഷ്ണന്റെയും. ബാക്കിയുള്ളവരൊക്കെ അവരുടെ ശംഖ് വിളിച്ചു എന്ന് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ഈ 6 പേരുടെ ശംഖിന്റെ നാമം ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. So there's a very important note we have to understand. ഈ 6 പേര് മാത്രമാണ് കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതിനൊരു ഇൻഡിക്കേഷൻ ആണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇതിലല്ലാതെ അശ്വത്ഥാമാവും കൂടെ ജീവിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, അതിൽ അഡീഷണൽ അതിന് സെപ്പറേറ്റ് റീസൺ ഫോർ ഓൾ ടുഗദർ. അദ്ദേഹത്തിനെ കൊല്ലാനുള്ള അവസരം ഉണ്ടായിരുന്നിട്ടും കൊല്ലാതെ അതിനൊരു ശാപം കൊടുത്ത് അദ്ദേഹം മരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അല്ലാതെ ഈ 6 പേരുടെ ശംഖിന്റെ നാമം ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന 6 പേര് മാത്രമാണ് കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ജീവിച്ചിരുന്നത് എന്നൊരു പോയിന്റ് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അതിനെ തുടർന്ന് ശംഖ്, ചെണ്ട, മദ്ദളം, കാഹളം എന്നിവയുടെ ശബ്ദം എമ്പാടും ഉയർന്നു. സോ ഇറ്റ് വാസ് എ ബിഗിനിങ് ഓഫ് ദ ഫൈറ്റ്, ദ വാർ. യുദ്ധരംഗത്ത് കോലാഹലമായി. സോ എവരിബഡി ബിക്കം അലേർട്ട്. എല്ലാവരും വളരെ ഉത്സാഹത്തോടു കൂടി യുദ്ധം ചെയ്യാനായിട്ടുള്ള പൂർണ്ണ തയ്യാറെടുപ്പ് അവിടെ നടത്തുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതാണ് ശ്രീല പ്രഭുപാദ് ഈ ഒരു അധ്യായത്തിന് സൈന്യ നിരീക്ഷണം എന്ന ആ ഒരു നാമധേയം നൽകിയിരിക്കുന്നത്. സോ ദിസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചില പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ഓരോ ശ്ലോകങ്ങൾ കേൾക്കുമ്പോഴും അടുത്ത എൻ്റെ ക്ലാസ് അടുത്ത ആഴ്ച വരുമ്പോഴേക്കും ഒരു പക്ഷേ ഈ അധ്യായത്തിന്റെ ഓൾമോസ്റ്റ് പകുതി ഭാഗത്ത് കൂടുതൽ കഴിയുമായിരിക്കും. സോ ഞാനൊരു റിക്വസ്റ്റ് പറയുന്നു കഥാമൃത പ്രഭു ഐശ്വര്യ മാതാജിയോട്, ഈ അധ്യായത്തിൽ ഒരു 5ഓ 6ഓ ശ്ലോകങ്ങൾ
ഒരുമിച്ച് കൊടുത്താലും കുഴപ്പമില്ല. ഐ തിങ്ക് വി ക്യാൻ ഫിനിഷ് ഓഫ് ദിസ് ഫസ്റ്റ് ചാപ്റ്റർ വളരെ കുറച്ച് ഫാസ്റ്റ് ആയിട്ട്. കാരണം ഈ ഒരു 2 ശ്ലോകത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ഡിസ്കഷന്റെ ആവശ്യമില്ല. സോ ബട്ട് ഐ ജസ്റ്റ് ഗിവിംഗ് ആസ് എ സമ്മറി ആയിട്ട് പറഞ്ഞതുകൊണ്ട് വി കുഡ് പിന്നെ ഈ കുറെ പോയിന്റ് പറയാനായിട്ട് നമുക്ക് പറ്റിയതാണ്. പക്ഷെ അതല്ല എങ്കിൽ ഈ ഒരു 2 ശ്ലോകം മാത്രം നോക്കുകയാണെങ്കിൽ ദർ ഇസ് നോട്ട് മച്ച് ടു ടോക്ക്. അപ്പോൾ അതുകൊണ്ട് അടുത്ത മേ ബി ഈ 1ാമത്തെ അധ്യായത്തിൽ കുറച്ച് കൂടുതൽ ശ്ലോകങ്ങൾ വേണ്ടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. അങ്ങനെ ചെയ്യാം പ്രഭുജി, അങ്ങനെ ചെയ്യാം. Okay. താങ്ക് യു പ്രഭുജി. വളരെ ഹരേ കൃഷ്ണ. വണ്ടർഫുൾ ആയിട്ടുള്ള ക്ലാസ്, വളരെ നല്ല ക്ലാസ്. ഒരുപാട് പോയിന്റ്സ് പ്രഭു പറഞ്ഞു. പ്രത്യേകിച്ച് 5, 4, 5 എന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്. അത് ഏറ്റവും അവസാനമായി ശംഖിന്റെ കാര്യത്തിൽ പേരെടുത്ത് പറഞ്ഞ ശംഖ് ഊതിയ ആൾക്കാർ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. ഇതൊക്കെ വളരെ വേറായിട്ടുള്ള ക്ലാസ്സിന് മാത്രം കിട്ടുന്ന പോയിന്റ്സ് ആണ്. പ്രഭുവിന്റെ മനോഹരമായ ക്ലാസ്സിന് നന്ദി പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഓൾ ഗ്ലോറി ടു ഗുരു മഹാരാജ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരുദേവ് കി ജയ്. നിതായ് ഗൗർ പ്രേമാനന്ദി. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ വി ക്യാൻ വൈൻഡ് അപ്പ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദ്യം ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല എങ്കിൽ വി ക്യാൻ വൈൻഡ് അപ്പ് പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഗൗരാംഗ ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.